പാത്തു തണുത്ത് വിറച്ചിട്ടുണ്ടല്ലോ. ഏയ് ക്യാമറ ശരിയാവല്ലേ, പറയൂ. ഓടിക്കൊണ്ടിരിക്കാം. ഹലോ, ഞങ്ങളേ ക്യാമറ ഇതിൻ്റെ ട്രൈ ചെയ്യാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് മൈക്കൊന്നും കണക്ട് ചെയ്തിട്ടില്ല. ഇതിൻ്റെ മൈക്കിൽ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കണേ. നൈറ്റ് വിഷനും നൈറ്റിൽ എങ്ങനെ ഉണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കാം ദുബായിൽ. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം, ഇവിടെ ചെയ്യണതൊക്കെ. ഇവിടെ ഈ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിൻ്റെ തൊട്ടടുത്ത് വന്നേക്കാണ്. ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇവിടെ പെഡസ്ട്രിയന് വേണ്ടി നടക്കാൻ വേണ്ടി തന്നെ വേറെ ഒരു സംഭവമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. കണ്ടോ, ഇത് നമുക്ക് പെഡസ്ട്രിയൻസ് നടക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സംഭവം കേട്ടോ. ഈ സാധനങ്ങൾ പാത്തു തണുത്ത് വിറച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് വിറയൽ ഗൈസ്. ഓ മൈ ഗോഡ്. ഇതാണ് നമ്മൾ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയം. ഇതിപ്പോൾ നോർമൽ മോഡിലാട്ടോ ഷൂട്ട് ചെയ്യണേ. ഇനി വേറൊരു മോഡുണ്ട് ഇതിൻ്റെ അകത്ത്. ആ മോഡാണ് സൂപ്പർ നൈറ്റ് വ്യൂ എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട്. അതിൽ ഷൂട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കാട്ടിത്തരാം. ഇത് ഞാൻ സൂപ്പർ നൈറ്റ് വ്യൂവിൽ സൂപ്പർ നൈറ്റ് വിഷനിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു കോൺട്രാസ്റ്റ് ഒക്കെ കൂടിയിട്ടുണ്ട് തോന്നല്ലേ കാണുമ്പോൾ. വാട്ട് യു തിങ്ക് ഗൈസ്, ടെൽ മീ. ഇങ്ങനത്തെ ഒരു ക്യാമറകളിലുള്ള ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ബ്യൂട്ടി ഷോട്ട്സ് ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഇതിന് എല്ലാം ഒരേപോലെ തന്നെ ഇരിക്കുള്ളൂ. പ്ലെയിനാണ്. ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല. അപ്പോൾ ഇത് ഇങ്ങനെ പ്ലെയിനായിട്ട് ഉണ്ടാവും. പക്ഷെ നമുക്കിത് ഓടി ചാടിയൊക്കെ കൊണ്ടടക്കാം. ഇതിപ്പോൾ ഞാൻ നോർമലായിട്ട് എടുക്കണതാണ്. ഇനി ഒന്ന് ഇത് പിടിച്ച് ഓടി നോക്കാം. വേറൊരു ഭാഗത്തേക്ക് പോയിട്ട് അവിടുത്തെ എങ്ങനെയുണ്ട് നോക്കാം. നല്ല കോരിത്തെരിപ്പിക്കുന്ന തണവാണ് ഇവിടെ ഉള്ളത്. ഞങ്ങളിതൊക്കെ എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കാം. ഹിയർ ഇതാ 2 പേർ. ഏതിൻ്റെ അത് ഓക്കെ. അങ്ങനെ ഞാൻ എടുക്കാൻ നോക്കണ്ട്. നമ്മളൊരേ വീഡിയോ തന്നെ ക്യാമറയിലും പിന്നെ അതേപോലെ ആക്ഷൻ 5-ലും ഐഫോണിലും എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഡെപ്ത് ഓഫ് ഫീൽഡ് ഇല്ലാത്തതിൻ്റെയും ഉള്ളതിൻ്റെയും. പക്ഷേ ഇതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം ഈ ക്യാമറ വ്ളോഗിങ്ങിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുമ്പോൾ. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ സംസാരിക്കുന്ന നേരത്തെ നല്ല വിൻഡും കുറച്ച് നോയ്സി ആയിട്ടൊക്കെ ഉള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. പക്ഷെ ഈ മൈക്കിൻ്റെ ക്യാമറയുടെ ഇൻബിൽറ്റ് മൈക്കിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളത് ഇത് എടുത്തു കഴിയുമ്പോൾ തന്നെ അറിയാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നുന്നുണ്ട്. ഏതൊക്കെ എന്താണ് ഈ ഏരിയ എന്തേ സാധാരണക്കാർക്ക് പറ്റില്ല? പറയൂ. ഏയ് ക്യാമറ ശരിയാവല്ലേ, പറയൂ. ഇതെന്താ ഫോട്ടോ അല്ല വീഡിയോ കാട്ടി പറ. ക്യാമറ ശരിയാവല്ലേ? ക്യാമറ ശരിയൊന്നുമില്ല. ഇതൊന്നും എടുത്തിട്ട് വീഡിയോയിലും ഇതൊക്കെ ഇടും. ചവിട്ടി മിസ്റ്ററീസ് ഒക്കെ നാണം വരുന്നു ഗൈസ്. മിസ്റ്ററീസ് ഒക്കെ നാണം വരുന്നു. ഇപ്പോൾ സൂപ്പർ നൈറ്റിൽ നമ്മൾ നല്ല അടിപൊളി ഡാർക്കായിട്ടുള്ള ഒരു സ്ഥലത്ത് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കണേ. കുഴപ്പമില്ലാണ്ട് കിട്ടണ്ട് കേട്ടോ നൈറ്റ് വ്യൂ. എന്നിട്ട് ഇനി ഇത് എങ്ങനെയുണ്ടെന്ന് നമ്മൾ ലാപ്പിലേക്ക് മാറ്റിയിട്ട് നോക്കണം, പറയാൻ പറ്റും. We came to another location. ഇത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ബോളിവാർഡിലേക്ക് വന്നേക്കാം. ഓൾസോ കോൾഡ് ആസ് ഡൗൺ ടൗൺ. നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതിപ്പോൾ സൂപ്പർ നൈറ്റ് വ്യൂ ആണ്. അതിൻ്റെ അകത്താണ് ഞാൻ ഷൂട്ട് ചെയ്യണേ. പിന്നെ നല്ല വിൻഡ് ഉണ്ട്. അറിയില്ല. സൈക്കിൾ വാടക എടുത്തിട്ടാ? അതൊക്കെ ഉണ്ട്. മൂപ്പറിൻ്റെ അല്ലേ കറീമിൻ്റെ സൈക്കിള്. ഇവിടുത്തെ ലൊക്കേഷൻ മാൻ സോ ബ്യൂട്ടിഫുൾ. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടി ചെയ്യാം. ഇത് പിടിച്ചിട്ട് ഓടി നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയുണ്ട് റോക്ക് സ്റ്റഡി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നല്ല സ്റ്റഡി ആയിരിക്കുള്ളൂ. നോക്കിയാലോ? ഇതും പിടിച്ചൊന്ന് ഓടി നോക്കിയാലോ? ഐ വാണ്ടഡ് ടു ട്രൈ. എങ്ങനെയുണ്ടെന്ന് നോക്കണം. സോ സ്റ്റഡിയാണോ അല്ലേ എന്നുള്ളത് അറിയണ്ടേ. ഓടിക്കൊണ്ടിരിക്കാം. തണുക്കുന്നേ.
ആ ഇതും കൂടി എങ്ങനെയുണ്ടെന്ന് നമുക്കറിയാം. ബുർജ് ഖലീഫ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എവിടെയായിരുന്നാവോ? ഓക്കെ, ഞാൻ അതും കൂടി ഒന്ന് നോക്കിയിട്ട് ഷൂട്ട് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഫോട്ടോ എടുക്കൽ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. മിസ്റ്റർ ഈസ എന്തായി, കിട്ടിയാ? നല്ല ഫോട്ടോ കിട്ടിയാ? കിട്ടിയാ? നിന്റെ എടുക്കണോ? വേണ്ട, ഞാനിപ്പോൾ എടുത്തോണ്ടിരിക്കണ്ടല്ലോ. എന്താണ് പറയാനുള്ളത്? വ്യൂ ഒക്കെ അടിപൊളി. പിന്നെ എവിടെ കാട്ടിയ ഫോട്ടോ എടുത്ത് കാട്ടിയ? ഓ ഫോട്ടോ. ഇന്ന് ഡിന്നർ നിന്റെ കേട്ടോ. സൂപ്പറായാ? ഡിന്നർ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? നമ്മളെ ഫോട്ടോ ഞങ്ങളെ ഫോട്ടോ എടുക്കാൻ പോണേ. ഇതാണ് സൂപ്പർ ആയത്. ഏത് ഇത് കുഴപ്പമില്ല, പക്ഷെ ഇവിടെ ലൈറ്റ് ഉണ്ട്. മൈക്ക് വേണം. മൈക്കും കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നു നല്ലതായിരിക്കും എന്നാണ്. മാത്രം ഉണ്ടായിട്ട് ഇതിലും നല്ല മൈക്കും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആവാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. നിങ്ങളിത് വാങ്ങാണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം എന്തായാലും മൈക്ക് വാങ്ങിച്ചോ. എങ്ങനെയുണ്ട് വ്ളോഗിങ്ങിന് പറ്റിയല്ലേ? ക്യാമറ എങ്ങനെയുണ്ട്? സെറ്റല്ലേ? ക്യാമറ പൊളിയല്ലേ? കുഴപ്പമില്ല, വാങ്ങിച്ചോ നിങ്ങൾ. അല്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ യൂട്യൂബിന് വേണ്ടി ഇത് നല്ലതാ. പക്ഷേ ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് വീഡിയോ ചെയ്യാം. ഇതെല്ലാം ഉണ്ടായാലും ഇത് കാണാൻ ആൾക്കാരില്ലെങ്കിൽ ഒരു കാര്യമില്ല. നമ്മൾ ഭയങ്കര പൈസ ഒക്കെ കൊടുത്ത് പൈസ ഒക്കെ ഇറക്കി സിനിമ ഒക്കെ ഉണ്ടാക്കിയിട്ട് പൊട്ടി പോണില്ലേ? സെയിം തന്നെ നമ്മൾ ചെറിയ നമ്മളെ മൊബൈൽ ഫോണിലും അടിപൊളിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ കാണാൻ ആൾക്കാരുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് വ്യൂവേഴ്സ് കൂടുന്തോറും നമുക്ക് ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ഗാഡ്ജറ്റ്സ് ഒക്കെ വാങ്ങിച്ച് കൂട്ടാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വാങ്ങിച്ചതാണ്. കുറേ നാളായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ആക്ഷൻ ക്യാമറ വേണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. ക്യാമറ നല്ല ക്യാമറയാണ്, നല്ല അടിപൊളിയായിട്ട് ഫാസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യും. ഇത് ഈവൻ ഓഫ് ചെയ്ത് വെച്ചാൽ കൂടെ നമ്മൾ റെക്കോർഡിങ്ങിൻ്റെ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ സാധനം റെക്കോർഡ് സ്റ്റാർട്ടാവും. അതായത് നമ്മളൊരു മൂവ്മെൻ്റ് ഒന്നും നഷ്ടപ്പെടില്ല. പെട്ടെന്ന് നമുക്ക് ക്യാപ്ചർ ചെയ്യണമെന്ന് കണ്ടു കഴിഞ്ഞാലും വീഡിയോ എടുക്കണമെന്ന് കണ്ടു കഴിഞ്ഞാലും അതും ഇതിൻ്റെ അകത്ത് പോസിബിളാണ്. ഡേഞ്ചറസ് ഗായ്. ഓ മൈ ഗോഡ്, ആരാണിത്? എന്താണ് ഇവിടെ കാര്യം? പറയ്, എന്താ കാര്യം? ബുർജ് ഖലീഫനെ ഒന്ന് കാണാൻ വന്നിട്ട് നിന്റെ ക്യാമറയിൽ ഒന്ന് പകർത്തിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാം. അത് ശരി. ബുർജ് ഖലീഫ എത്താനായിട്ടുണ്ട്. ബുർജ് ഖലീഫ ഈസ് അബൌട്ട് ടു റിവീൽ ഗൈസ്. ദിസ് ഈസ് കോൾഡ് റിവീലിംഗ് ഷോട്ട്. നമ്മളൊരു മൂവിങ് ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുക. അതിങ്ങനെ റിവീലായി വരണ. ഇത് നമ്മൾ ഗോപ്രോയിൽ എടുക്കണതാണ്. ഇനി ഇത് തന്നെ സെയിം തന്നെ നമുക്ക് ഐഫോണിൽ എടുത്തിട്ട് കാണാം റിവീലിംഗ് ഷോട്ട് എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കുമെന്ന്. ഐഫോണിൽ എടുക്കുമ്പോൾ ഇതറിയാൻ പറ്റുമോ? ഓ, ബുർജ് ഖലീഫ ഈസ് സോ ബ്യൂട്ടിഫുള്ളാ. ഓഹോ, നൈസ്, അമേസിങ് വ്യൂ. ഇത് തന്നെ നമുക്ക് ഐഫോണിൽ ഷൂട്ട് ചെയ്ത് നോക്കാം. അതിൻ്റെ അകത്ത് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാം. ഞാൻ ഐഫോണിൽ എടുക്കുകയാണ്. സെയിം തന്നെ നിങ്ങൾ കണ്ടു നോക്ക്. സോ യു ക്യാൻ സീ ദ ഡിഫറൻസ്. ഇപ്പം ഞാൻ ഗിംബലൊന്നും എടുത്തിട്ടില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ ചെറിയൊരു ഷെയ്ക്കിങ് ഉണ്ട്. ഗിംബലും കൂടി ഉണ്ടെങ്കിൽ ഇത് ബ്യൂട്ടിഫുൾ ആയിരിക്കുള്ളൂ. കാരണം ഇതിൻ്റെ അകത്ത് എന്ന് വെച്ചാൽ ഈ ഡെപ്ത് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ഗൈസ്, ഇതിൻ്റെ അകത്തൊരു കാര്യം കൂടി ഉണ്ട്. സബ്ജക്റ്റ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഇപ്പോൾ നമ്മൾ സെൽഫിയൊക്കെ ഷൂട്ട് ചെയ്യുമ്പോണ്ടല്ലോ, അത് ഞാൻ നിങ്ങളോട് പറയാൻ പറഞ്ഞു. ഈ സബ്ജക്റ്റ് ട്രാക്കിംഗ് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുഖം മാത്രം അത് കറക്റ്റ് അത് സബ്ജക്റ്റ് ട്രാക്ക് ചെയ്തിട്ട് നല്ല സെറ്റപ്പാക്കി എടുക്കും. ഇപ്പം ഞാൻ അതേപോലെയാണ് സബ്ജക്റ്റ് ട്രാക്കിംഗ് എടുത്തിട്ടാണ് ഷൂട്ട് ചെയ്യണത്. കൊള്ളാട്ടോ, അത് നല്ല നൈസ് പരിപാടിയാണ്. വ്ളോഗിങ്ങിന് മൈക്കും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ സംഭവം കിട്ടുവാണ്. പിന്നെ ഇതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്, അറിയാലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെപ്ത് ഓഫ് ഫീൽഡ് ഉണ്ടാവില്ല, എല്ലാം പ്ലെയിൻ ആയിട്ടിരിക്കും. പക്ഷേ
അതേപോലെ തന്നെ ഇതിൻ്റെ പ്രോസ് എന്ന് പറഞ്ഞാൽ സംഭവം ഈസി ടു ഹാൻഡിൽ. പിന്നെ അവിടെ ആണെങ്കിൽ നമുക്ക് ചടപടാന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യാം, ഉപയോഗിക്കാം. ഇത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ വിത്ത് കെയർ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, ഗിംബലും സാധനങ്ങളൊന്നുമില്ല. അതിന് ഇലക്ട്രോണിക് ബാലൻസിങ്ങുള്ളതുകൊണ്ട് നമുക്ക് ഈസി ടു ഹാൻഡിലാണ് സംഭവം, കേടാവില്ല. അതാണ്. പിന്നെ അണ്ടർ വാട്ടർ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഷൂട്ട് ചെയ്യുക. അതിൻ്റെ ഡെപ്ത്ത് നമ്മൾ എത്ര ഡീപ്പായിട്ട് പോകണമെന്നൊക്കെ ഉള്ളത് ഇതിൻ്റെ അകത്ത് തന്നെ അറിയാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് അല്ല കുന്ന മലയൊക്കെ കയറേണ്ടതെങ്കിൽ അതിൻ്റെ അറിയാൻ പറ്റും, എത്ര ഉയരത്തിലാണ് നിൽക്കണം എന്നൊക്കെ ഉള്ളത്. ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.